ഇവിടെ മണൽ വാരുന്നുണ്ടായിരുന്നു. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകണ്ഠപുരം ടൗണിനടുത്താണ്. ആ കാണുന്നത് ശ്രീകണ്ഠപുരം പാലമാണ്. പാലത്തിനോട് തൊട്ടുരുമി ഇപ്പോൾ ശ്രീകണ്ഠപുരം പുഴയിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീകണ്ഠപുരം മാർക്കറ്റിൽ ഏറെക്കുറെ വെള്ളം കയറിയിട്ടുണ്ട്. ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ അത് ഇവിടെ പെയ്യുന്ന മഴയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ ശ്രീകണ്ഠപുരം പുഴയിൽ വെള്ളം ഉയരുക. കർണാടകത്തിൻ്റെ വനത്തിനുള്ളിൽ പെയ്യുന്ന മഴയും വെള്ളം ഉയരുന്നത് വളപട്ടണം മുതൽ ശ്രീകണ്ഠപുരം തൊട്ട് ഇങ്ങനെ പൊടിക്കളം വരെ കിടക്കുന്ന ഈ സ്ഥലങ്ങളിലെ കരകളിലാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക. ഇത് മനുഷ്യനിർമ്മിതമായ ഒരു പ്രളയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വർഷങ്ങളായി ഈ പുഴയിൽ നിന്ന് മണലെടുത്ത് ജീവിച്ചിരുന്ന ഒരു പറ്റം തൊഴിലാളികളുടെ വയറ്റത്തടിച്ചതിൻ്റെ പ്രത്യാഘാതം, അവരുടെ കണ്ണീരിൻ്റെ പരിണിത ഫലമാണ് ഈ വെള്ളപ്പൊക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 20 വർഷം മുമ്പ് ഇവിടെ ഒരു ITCയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിരവധി തൊഴിലാളികൾ, 10-50ഓളം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഒരു കടവാണ് ഈ പാലത്തിൻ്റെ താഴെ. ഇവിടെ നിന്ന് മണലെടുത്ത് ഈ പുഴയെ വൃത്തിയാക്കി, അതായത് ഈ പുഴയിലോട്ട് വരുന്ന മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 100-120 കിലോമീറ്റർ ദൂരെ മടിക്കേരി ഭാഗമണ്ഡലത്തിൻ്റെ കർണാടകത്തിൻ്റെ ഒരു ഭാഗത്ത് തൊട്ട് ആടാമ്പാറ, വഞ്ചിയം, ചന്ദനക്കാമ്പാറ, പയ്യാവൂർ വഴി ഒഴുകി അതിൻ്റെ മറുഭാഗത്ത് പൈതൽ മലയുടെ മുകളിൽ കർണാടകത്തിൽ നിന്ന് പോലും മണ്ണ് കുത്തിയൊലിച്ച് ഒഴുകിയെത്തുന്ന ഒരു പുഴയാണിത്. ഇവിടെ കടലൊരിക്കലും ചെളി പുരണ്ട മണ്ണ് സ്വീകരിക്കുകയില്ല. അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ശുദ്ധജലം മാത്രമേ കടൽ ഏറ്റെടുക്കത്തുള്ളൂ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഈ തീരദേശ മേഖലകളിൽ മുഴുവൻ ഇപ്പോൾ മണ്ണടിഞ്ഞടിഞ്ഞ് ഈ പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആഴം കുറഞ്ഞതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു 10 വർഷമായി മണലെടുപ്പ് എന്ന് പറഞ്ഞ പരിപാടി, പുഴ വൃത്തിയാക്കുന്ന പുഴയുടെ ഏറ്റവും വലിയ ശുചീകരണ പ്രവർത്തനമാണ്. ഒരു സെപ്റ്റി ടാങ്ക് ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് നിറയുമ്പോൾ അത് വൃത്തിയാക്കാറുണ്ട്. ഇത് കോറ മാഫിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടം ഭരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് നടത്തുന്ന ശുദ്ധ തന്തയില്ലായ്മത്തരമാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം. ഇതുകൊണ്ട് ആരാണ് അനുഭവിക്കുക? ഇവർക്കെല്ലാം വോട്ട് കൊടുത്ത് ഇവരെ ഭരിക്കുവാൻ വേണ്ടി അനുവദിക്കുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളാണ്. ഓരോ വർഷകാലമാകുമ്പോഴും അവർ നെഞ്ചിൽ കൈവച്ച് കിടക്കുകയാണ്. നാളെ രാവിലെ പുലരുമ്പോൾ ജീവനോടെ ഉണ്ടാകുമോ എന്നറിയില്ല, എൻ്റെ വീട് കാണുമോ എന്നറിയില്ല. അങ്ങനെ ഭീതിയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കൽപ്പറ്റയിലുണ്ടായ ഈ ദുരന്തം അവിടെയും സംഭവിച്ചിരിക്കുന്നത് വെള്ളം ഒഴുകുവാൻ സ്ഥലമില്ല. വെള്ളം ഒഴുകേണ്ട സ്ഥലം മുഴുവൻ കെട്ടി കൈവശപ്പെടുത്തിയിരിക്കുന്നു. വെള്ളം ഒഴുകാൻ സ്ഥലമില്ലാതെ പുഴയിലൂടെ ഒഴുകേണ്ട വെള്ളം പുഴയ്ക്ക് തോന്നുന്ന രീതിയിൽ പ്രകൃതിയെ തടുത്തു നിർത്തുവാൻ ആർക്കും സാധിക്കുകയില്ല. ജലവും വായുവും അതിന് തോന്നുന്ന രീതിയിൽ സഞ്ചരിക്കും. അതിനൊഴുകുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവിടെ ഭരിക്കുവാൻ വേണ്ടി കയറുന്ന കാട്ടുകള്ളന്മാരായ ജനാധിപത്യത്തിലൂടെ വരുന്ന കള്ളന്മാരാണ്, മന്ത്രിമാരാണ്. അവർ കോറ മാഫിയയ്ക്ക് അനുകൂലമായി നിന്നുകൊണ്ട് അവരുടെ വെള്ളം പെട്ടെന്ന് കൂടിയോ? എന്തോ വരുന്നുണ്ടല്ലോ, വലിയ മരം. ഒരു മരം അതൊന്നും വരും പിടിക്കട്ടെ. ഇത് പറഞ്ഞു തീർക്കട്ടെ. ഈ കോറ മാഫിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തോളോട് തോള് ചേർന്ന് കൈകോർത്ത് ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്ന രാഷ്ട്രീയക്കാരുടെ നെറുകേട് മനസ്സിലാക്കാത്ത കാലമത്രയും ഈ നാട്ടിലെ ജനങ്ങൾ വർഷകാലമാകുമ്പോൾ കിടപ്പാടത്തിൽ, അവരുടെ കിടപ്പറയിൽ അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കുകയില്ല. ഈ പുഴയുടെ ആഴം ഒരു 10 വർഷം കൊണ്ട് പകുതിയോളം കുറഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ ഈ പുഴയൊഴുകുന്നത് ഈ കരയിലൂടെയായിരിക്കും. കാരണം മലയിലുള്ള മണ്ണ് മുഴുവൻ വന്നടിയുന്നത് ഈ പുഴയിലാണ്. ഒരു സ്ഥലത്തും ഒരു മഴ കഴിഞ്ഞാൽ വെള്ളമില്ല. ശരിക്കും പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്ന അതേ രീതിയിലാണ് ഇപ്പോൾ പുഴയിലൂടെ വെള്ളം ഒഴുകുക. മഴ പെയ്യുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴുകും. അതിനുശേഷം മഴ നിന്ന ഉടനെ പുഴ മണ്ണായി മാറുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പുഴയെ വൃത്തിയാക്കാത്ത കാലം അത്രയും പുഴയിൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള ഒരു കഴിവ് പുഴയ്ക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, നീർമറി പദ്ധതി എന്ന പേരിൽ പല സ്ഥലത്തും കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് ഗവൺമെൻറ്. അതിന് നിശ്ചയിക്കാത്ത പല സ്ഥലത്തും പുഴയെ തോന്നുന്ന രീതിയിൽ കയ്യേറി പുഴയെ പിടിച്ചടക്കുന്നു, വെള്ളം ഒഴുകാൻ സ്ഥലമില്ലാണ്ടാക്കുന്നു. അങ്ങനെയും പ്രളയം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പുഴ ഒഴുകിയെത്തുന്നത് കർണാടകത്തിൽ നിന്നാണ്. ഇത് ഒരു ഏതാനും കിലോമീറ്ററുകൾ താഴേക്ക് പോയി മുനമ്പുകടവിൽ ചേർന്ന് അവിടെ നിന്ന് ഇരിട്ടിപ്പുഴയുമായി കൂടിച്ചേർന്ന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മുനമ്പ് കടവിൽ പോയി എങ്ങനെയാണ് വളപട്ടണം പുഴ ഉണ്ടാകുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകത്തില്ല. ഈ 2 പുഴയും സംഗമിക്കുന്ന ഒരു സംഗമ സ്ഥാനമുണ്ട്. അവിടെയെല്ലാം ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനിപ്പോൾ കാര്യമായ നടപടി എടുക്കേണ്ടത് മണൽ വാരുക, കോറ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കാണ്ട്
മണൽ വാരുവാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത് പുഴയെ വൃത്തിയാക്കുക. അല്ലാത്ത പക്ഷം വരും വർഷങ്ങളിൽ ഈ പുഴയുടെ ഇപ്പോൾ വെള്ളമൊഴുകുന്ന ആ ലെവലിന് മണ്ണ് വന്നടിയുകയും ഈ പ്രദേശം മുഴുവൻ വെള്ളം കയറുവാനുള്ള സാധ്യതയുമുണ്ട്. ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. ചേട്ടൻ്റെ പേരെന്നാ? ഇത് ഇങ്ങോട്ട് പിടിച്ചേ. എൻ്റെ പേര് ബേബി. ബേബി. എവിടെ? ഇവിടെ തന്നെ. ഇവിടെ എത്ര വർഷമായി ഇവിടെ? ഞാനൊരു 40-45 കൊല്ലം. 45 തൊട്ട് ഇവിടെ തന്നെ താമസിക്കുന്നതാണ്. എവിടെയാണ് താമസിക്കുന്നത്? അവിടെ തന്നെയാണ്. ശ്രീകണ്ഠപുരം തന്നെ. ഈ മണൽ വാരലുമായിട്ട് എന്തെങ്കിലും പരിപാടിക്ക് ചേട്ടൻ പരിപാടിക്ക് നിന്നിട്ടില്ല. ഇവിടെ മണൽ വാരുന്നുണ്ടായിരുന്നു. എത്ര വർഷം ഇപ്പോൾ ഇവിടെ മണൽ വാരൽ നിന്നിട്ട്? ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ടുണ്ടാകണം. മണൽ വാരം നിന്ന് അതിനുശേഷമല്ലേ ഇപ്പം വെള്ളപ്പൊക്കം കയറി കൂടിയത്? അതിനുശേഷം അല്ലെങ്കിൽ അതിന്റെ മുമ്പൊക്കെ വല്ല കാലത്തും ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങിയാൽ പോവായിരുന്നു. ഈ മണൽ വാരൽ നിർത്തിയതിനു ശേഷം ആണ് വെള്ളം. ചേട്ടൻ പറയുന്നത് 100% ശരിയാണ്. കാരണം എനിക്കൊരു 20 വർഷം മുമ്പ് ഞാൻ ഇവിടെ 2024, 2000, 2002, 2003 ബാച്ചിൽ ഞാൻ ഇവിടെ അടുത്തൊരു ITIയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. അന്ന് ആ കാലഘട്ടത്തിലല്ല ഈ പുഴ എത്രയോ മനോഹരമായിരുന്നു. മണൽ വാരി പുഴയെ വൃത്തിയാക്കിയിരുന്നു. ഇപ്പം വെള്ളം കയറാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് വെള്ളം കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം ആ സ്റ്റെപ്പ് പോയി. നേരത്തെ ഞങ്ങൾ വരുമ്പോൾ അവിടെ താഴെയായിരുന്നു ഉണ്ടായിരുന്നു. ആ കല്ലൊക്കെ മൂടി. ഇനി ഇത് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഇവിടെ എത്രത്തോളം വെള്ളം കയറിയായിരുന്നു? കഴിഞ്ഞ വർഷം ഇത്ര കയറി. ആദ്യം കയറിയ വെള്ളമാണ്. ചേട്ടന്റെ അനുഭവത്തിൽ ഇപ്പൊ മണൽ വാരൽ നിർത്തിയതിനു ശേഷം ഓരോ വർഷം വെള്ളം കയറുന്നതിന്റെ അളവ് പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുമല്ലേ? നേരത്തെ ഒരാഴ്ചയൊക്കെ മഴ പെയ്താലല്ലേ വെള്ളം? അത്രേ ഉള്ളൂ. ആ മണൽ വാരൽ നിർത്തിയ ശേഷമാണ് പെട്ടെന്ന് വെള്ളം കയറാൻ തുടങ്ങിയത്. ഇത് ഇവിടുത്തുകാരെല്ലാം പറയുന്നുണ്ടോ മണൽ വാരുന്നതിന്റെ? എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇതിനെതിരെ ആരും പരസ്യമായിട്ട് പ്രതികരിക്കുന്നില്ല. കാരണം കോറമാഫിയുടെ കയ്യിലും കള്ളന്മാരായ ജനാധിപത്യ അമ്മമാരാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് എല്ലാം പറയുവാനുള്ളത് പുഴയിൽ മണൽ വാരുക, ഈ മണൽ വാരി പുഴയെ വൃത്തിയാക്കുക. പുഴയുടെ ആഴം പുഴയ്ക്ക് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു ആഴം പുഴയ്ക്ക് നൽകിയില്ല എങ്കിൽ പുഴ നികന്നു പോകുന്നതിനും കരയിലൂടെ വെള്ളം കയറുന്നുണ്ട്. നോക്ക്, ഇതിപ്പം നേരത്തേക്ക് ഒരു 2 ആഴ്ച ഒറ്റ മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തീർന്നു. വെള്ളം സംഭരിക്കാനുള്ള ആ സ്വാഭാവികമായിട്ടുള്ള പുഴയുടെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇത്രത്തോളം വെള്ളപ്പൊക്കം കൂടുന്നതിനും പെട്ടെന്ന് വരൾച്ച അനുഭവപ്പെടുന്നതിനുള്ള കാരണം. 100 കിലോമീറ്റർ മുകളിൽ തൊട്ട് ഉള്ള മണ്ണാണ് ഇവിടെ എത്തുന്നത്. കാരണം കർണാടകത്തിൽ തൊട്ടുള്ള മണ്ണ്, കാരണം കുത്തിയൊലിച്ച് കർണാടകത്തിൽ നിന്ന് ഉരുൾപൊട്ടി വരുന്ന വെള്ളവും എത്തുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ആ വെള്ളത്തിനൊപ്പം വരുന്ന ചെളി ഈ പുഴയിൽ വന്നടിയുന്നു. അത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സർവ്വ സ്ഥലത്തും പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷൻ എന്ന പേരിൽ പോക്കറ്റ് റോഡ് അടക്കം മാറ്റി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ അളവിൽ കൂടുതലാണ് മണ്ണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം, ചിന്തിക്കുന്നതിനപ്പുറമുള്ള മണ്ണാണ് ഇതുപോലെ ഈ പുഴയിലേക്ക് എത്തുക. അതുപോലെ വനത്തിനുള്ളിൽ ഉരുളുപൊട്ടിയിട്ടുണ്ടെങ്കിലും ആ മണ്ണും ഒഴുകെത്തുന്നത് ഇവിടെയാണ്. ഇതൊന്നും ചിന്തിക്കാൻ ബോധമില്ലാത്ത മരക്കഴുതകളെയാണ് നമ്മളെ ഭരിക്കുവാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പൊട്ടന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ബുദ്ധിയും വെളിവും ജനങ്ങൾക്ക് ജീവിക്കുന്നതിനുള്ള സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കുന്ന നല്ലവരായ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുക. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നവരെ തിരഞ്ഞെടുത്ത് വിടുക. അല്ലാണ്ട് കള്ളന്മാരായ കോറമാഫിയയ്ക്ക് വേണ്ടി, കച്ചവടക്കാർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് വിടുന്ന ഈ ജനാധിപത്യ വിശ്വാസികളാണ് നമ്മുടെ ജീവൻ വെച്ച് വിലപേശുന്നത്. കാരണം അവർക്ക് വേണ്ടത് പണം മാത്രമാണ്. ജനാധിപത്യത്തിലൂടെ വന്നു എന്ന് പറയുന്നു, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് കോറമാഫിയയ്ക്ക് വേണ്ടി മാത്രമാണ്. കോറമാഫിയക്കാരുടെ ഒറ്റ സമ്മർദ്ദം മൂലം മാത്രമാണ് മണൽ വാരൽ നിർത്തിയിരിക്കുന്നത്. ഒരുപറ്റം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിൽ മേഖലയാണ് മണൽ വാരൽ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുപോകുന്ന വാരിയ മണൽ കൊണ്ടുപോകുന്ന ടിപ്പർ തൊഴിലാളികൾ, ഇത് കോരി നിറയ്ക്കുന്നവർ, വള്ളക്കാർ, അതിനോടനുബന്ധിച്ചുള്ള ഹോട്ടലുകാർ, ഇതെല്ലാം ഒരു മേഖലയെ ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന തൊഴിൽ മേഖലകളായിരുന്നു. ഇതെല്ലാം നിർത്തിപ്പോയിരിക്കുകയാണ്. അതുമൂലം സംഭവിച്ചിരിക്കുന്നത് മനുഷ്യന്മാർക്ക് സ്വസ്ഥമായി ഈ പുഴയോരത്തുള്ളവർക്ക് ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങുവാൻ സാധിക്കത്തില്ലാത്ത ഒരവസ്ഥയാണ്. അങ്ങ് വളപട്ടണം മുതൽ കിലോമീറ്ററുകൾ പിറകിൽ ഇങ്ങ് പൊടിക്കളം വരെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കളയിൽ വെള്ളം കയറും, അവരുടെ കിടപ്പൂറിയിൽ വെള്ളം കയറും. ഇപ്പോൾ കൽപ്പറ്റയിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ, മേപ്പാടിയിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ ഒരു ഉരുൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ
കർണാടക വനത്തിനുള്ളിൽ ശക്തിയായ ഒരു ഉരുൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വന്ന് കയറുക ഇതിൻ്റെ ഓരങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ വീടിനുള്ളിലായിരിക്കും. അവരുടെ ജീവൻ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ജനാധിപത്യത്തിലൂടെ കയറിയ കാട്ടുകള്ളന്മാർ വിലപേശുന്നത്. മണൽ വാരലിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും എത്രയും വേഗം തുറന്നു കൊടുത്ത് ഇവിടെയുള്ള ജീവന് പുഴയോരത്ത് താമസിക്കുന്ന ഈ മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക.